നമസ്കാരം. കേറ്ററ്റ് വേരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സർക്കുലർ ഉടൻ തന്നെ പുറത്തിറങ്ങും. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വെരിഫിക്കേഷൻ ടൈമിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം തുടങ്ങിയതിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. നമുക്ക് അതനുസരിച്ചുകൊണ്ട് വീണ്ടും കൂടുതൽ കാര്യങ്ങൾ ഡൗട്ട് ക്ലിയറിംഗും ഒക്കെ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ കാണുന്നത് ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷന്റെ പേജാണ്. കേറ്ററ്റ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സംബന്ധിച്ച പരീക്ഷാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ പേജാണ്. പുതിയ ലേറ്റസ്റ്റ് ഉടനെ തന്നെ വരും. ഞാൻ അതിൽ എന്താ പറയുക, ഹൈഡ് ചെയ്തിരിക്കുന്നത് പഴയ ഡേറ്റുകളാണ്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ടെന്ന് വെച്ചിട്ട് പഴയ ഡേറ്റുകളാണ്. ഇപ്പൊ ഒരു 15 ദിവസത്തെ ഗ്യാപ്പിൽ വെരിഫിക്കേഷൻ പല DO ഓഫീസുകളിലായിട്ട് വിളിക്കും. അത് പത്രമാധ്യമങ്ങളിലൂടെയാണ് അവർ അറിയിക്കുക. നിങ്ങളുടെ എഴുതിയ സ്ഥലത്ത് പത്രം നിങ്ങൾ പരിശോധിച്ചാൽ അത് കിട്ടും. നിങ്ങൾ എറണാകുളത്ത് പരീക്ഷ എഴുതിയിട്ട് നിങ്ങളിപ്പോൾ കണ്ണൂരാണെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതി എറണാകുളത്ത് തന്നെയാണ് നിങ്ങൾ വെരിഫിക്കേഷൻ നടത്തേണ്ടതെന്ന് കൂടി ഓർത്തിരുന്നോണം. അപ്പൊ അവിടുത്തെ പത്രത്തിലായിരിക്കും ഈ അപ്ഡേഷൻ വരുന്നത്, അതുകൂടി ഓർത്തിരുന്നോണം. പിന്നെ ഓൺലൈൻ ആയിട്ടൊക്കെ നമ്മളിപ്പോൾ എല്ലാവരും അപ്ഡേഷൻ കൊണ്ടുവരാറുണ്ട് അല്ലെ, എപ്പോഴാണ് വെരിഫിക്കേഷൻ ഉള്ള ഡീറ്റെയിൽസ് എല്ലാം കൊണ്ടുവരാറുണ്ട്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ അറിയാതിരിക്കില്ല, കൃത്യമായിട്ട് വെരിഫൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ വെരിഫിക്കേഷൻ സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയാം. അതിനുശേഷം ഈ ഒരു സർക്കുലർ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അവിടെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് കേറ്ററ്റിന്റെ ഹോൾ ടിക്കറ്റ് ആണ്. പരീക്ഷ എഴുതിയ ഒറിജിനൽ ഹോൾ ടിക്കറ്റ് നിങ്ങൾ കൊണ്ടുചെല്ലണം. അതിൽ ഇൻവിജിലേറ്ററിന്റെ സൈനൊക്കെ വേണ്ടതാണ്. ഇനി അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു കോപ്പി എടുത്തിട്ട് ആ സ്കൂളിൽ പോയി ആ ഇൻവിജിലേറ്ററെ കൊണ്ട് സൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഹോൾ ടിക്കറ്റ് നഷ്ടപ്പെട്ടവർ പരീക്ഷാഭവനിൽ നിശ്ചിത ഫീസ് അടച്ചുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങേണ്ടതായിട്ട് വരും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി കേറ്ററ്റ് റിസൾട്ട്, അതായത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് വന്ന ആ പ്രിന്റ് ഇല്ലേ, നിങ്ങൾ നോക്കിയ റിസൾട്ട്, അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് കൊണ്ടുപോകണം. അതേപോലെ SSLC ബുക്ക്, ജനനത്തീയതിയും പേരൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് SSLC ബുക്ക് ഉണ്ടായിരിക്കണം. +2 സർട്ടിഫിക്കറ്റ് ആവശ്യമാണെങ്കിൽ +2 സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർക്ക് മാത്രം, ചില കാറ്റഗറികൾക്ക് ആവശ്യമായിട്ട് വരും. പിന്നെ അടിസ്ഥാന യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, ഇപ്പൊ ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി, PG ആണ് PGയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏതാണ് വെച്ചിരിക്കുന്നത് അതനുസരിച്ച് കൊണ്ടുപോകണം. ഇപ്പോൾ ഓരോ കാറ്റഗറിയിലേക്ക് കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ കേറ്ററ്റ് കാറ്റഗറി 1 and 2 ആണെങ്കിൽ TTC, DLD അല്ലെങ്കിൽ DEDന്റെയോ DEDന്റെയോ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റും ആണ് കാറ്റഗറി 1നെ സംബന്ധിച്ചും 2നെ സംബന്ധിച്ചുകൊണ്ടും കൊണ്ടുപോകേണ്ടത്. കാറ്റഗറി 2ലേക്ക് വരുമ്പോൾ ബിരുദ സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. കാറ്റഗറി 3 എന്ന് പറയുമ്പോൾ ഡിഗ്രി, BEd സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റും ഇതാണ് വേണ്ടത്. കാറ്റഗറി 4നെ സംബന്ധിച്ചുകൊണ്ട് ബന്ധപ്പെട്ട സ്പെഷ്യലിസ്റ്റ് വിഷയങ്ങളിലെ സർട്ടിഫിക്കറ്റുകളാണ് അതിനകത്ത് വേണ്ടത്. ഇനി ജാതി അല്ലെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, അതായത് പരീക്ഷാ ഫീസ് ഇളവോ മാർക്ക് ഇളവോ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് 82 മാർക്ക് നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ SC/ST OBC വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കുമല്ലോ, ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ കൊണ്ടുവരണം. അതായത് ജാതി അല്ലെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. പണ്ടൊക്കെ SLC ബുക്കും വെരിഫിക്കേഷൻ എടുക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ പല ഓഫീസുകളിലും ഈ ജാതി സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് തന്നെ കൊണ്ടുപോകുന്നതാണ് എപ്പോഴും നല്ലത്. കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുക പരീക്ഷ എഴുതിയവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾ 2ാമത്തെ ഇയറിൽ പഠിക്കുന്ന വർഷമാണെങ്കിൽ എഴുതിയിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിൻസിപ്പളിന്റെ ഒരു സാക്ഷ്യപ്പെടുത്തിയ ഒരു എന്താ പറയുക ലെറ്റർ, സ്ഥാപന മേലധികാരി സാക്ഷ്യപ്പെടുത്തിയ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഫൈനൽ സർട്ടിഫിക്കറ്റ് വന്ന ശേഷം മാത്രം വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയാൽ മതി. അതായത് നിങ്ങളുടെ റിസൾട്ട് വന്ന് മുഴുവൻ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റും കിട്ടിയ ശേഷം മാത്രം നിങ്ങൾ വെരിഫൈ ചെയ്യാനായിട്ട് പോയാൽ മതി. അതിനകത്ത് നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും 6 മാസം വരെ. റിസൾട്ട് വന്ന 6 മാസം വരെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ വേണ്ടിവരും എന്നുള്ള ഓർത്തിരിക്കുക. കേരളത്തിന് പുറത്തു നിന്നുള്ള സർവകലാശാലയിൽ നിന്നാണ് യോഗ്യത നേടിയതെങ്കിൽ അതിന്റെ ഒരു ഈക്വലൻസി, കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി തരുന്ന ഈക്വലൻസി നിങ്ങൾ ഉറപ്പായിട്ടും കൊണ്ടുചെല്ലേണ്ടതായിട്ട് വരും. ഇനി വെരിഫിക്കേഷൻ പ്രക്രിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏതൊക്കെ ഓഫീസുകളിലേക്കാണ്, ഏതൊക്കെ തീയതികളിലാണ് എന്നുള്ളത് കൃത്യമായിട്ട് പത്രമാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ ഓൺലൈനായിട്ടൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പരീക്ഷാഭവൻ കേറ്ററ്റ് വിജ്ഞാപനം മതിയായ യോഗ്യത ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം വെരിഫിക്കേഷൻ നടപടി പൂർത്തിയായി കൊടുക്കത്തുള്ളൂ. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കേണ്ടതായിട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ജനനത്തീയതി, പേര്, ഫോട്ടോ എന്നിവ ആപ്ലിക്കേഷൻ സമയത്ത് എന്തെങ്കിലും തെറ്റായിട്ട് വന്നിട്ടുള്ളവർക്ക് അത് തിരുത്തിക്കൊണ്ട് പുതിയ ഹോൾട്ടിൽ ലഭ്യമാക്കുന്ന മുറയ്ക്ക് അവർക്ക് വെരിഫൈ ചെയ്ത് തരും. അല്ലെങ്കിൽ തെറ്റുണ്ടെന്നുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ക്യാൻസൽ ആയി പോകുന്നില്ല. വെരിഫിക്കേഷൻ നടത്താൻ നേരത്ത് നിങ്ങൾ അത് തിരുത്തി കൊണ്ടുവന്നാൽ മതി. അപ്പൊ ജനനത്തീയതി തിരുത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അപേക്ഷ, അതുപോലെ ഹോൾ ടിക്കറ്റിന്റെ പകർപ്പ്, SSLC സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, 100 രൂപയുടെ ചെല്ലാൻ, ഇത് കൃത്യമായിട്ട് ആ ഒരു ഹെഡിൽ കൊടുത്ത ശേഷം സ്വന്തം അഡ്രസ് എഴുതി രജിസ്റ്റേർഡ് ആയോ സ്പീഡ് പോസ്റ്റ് ആയോ ലഭിക്കത്തക്ക വിധത്തിൽ സ്റ്റാമ്പ് പതിപ്പിച്ച കവർ എന്നിവ ഉൾപ്പെടുത്തി അപേക്ഷ ബന്ധപ്പെട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് മുഖാന്തരം സമർപ്പിക്കേണ്ടതാണ്. അതുപോലെ പേര് തിരുത്തുന്നതിനും സമാനമായിട്ട് 100 രൂപ ചെല്ലാൻ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അതേപോലെ ഫോട്ടോ തിരുത്തുന്നതിനും കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കുക. അത് ഇനി വരാൻ പോകുന്ന സർക്കുലറിലും കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുപോലെ ഹാൾ ടിക്കറ്റ് പരീക്ഷാകേന്ദ്രത്തിൽ ഇൻവിജിലേറ്റർ ഒപ്പ് രേഖപ്പെടുത്തിയ ഹോൾ ടിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കണമെന്ന് പറയുന്നുണ്ട്. വിവിധ കാരണങ്ങളാൽ പുതിയ ഹോൾ ടിക്കറ്റ് ലഭ്യമായവർക്ക് വീണ്ടും ഇൻവിജിലേറ്റർ ഒപ്പ് രേഖപ്പെടുത്തേണ്ടതില്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ പുതിയ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ ഈ ഒപ്പിന്റെ ആവശ്യം ഇല്ല.
പരീക്ഷാ ഫീസ് ഇളവ്, ജാതിയുടെ ആനുകൂല്യം എന്നിവയ്ക്ക് അർഹരാണെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളവർ ആയതിന്റെ അസൽ രേഖകൾ നിർബന്ധമായും സമർപ്പിക്കണം. അതായത് ജാതി സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനലോ കൊടുക്കണം എന്നാണ് പറയുന്നത്. SSLC സർട്ടിഫിക്കറ്റിൽ തന്നെ ജാതി കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ അത് എടുക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും അത് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈക്വലൻസികൾ, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് B.Ed ചെയ്തിട്ടുള്ളവർ ഈക്വലൻസികൾ കൊണ്ടുപോകണം. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എഴുതിയവരാണെങ്കിൽ വിജയിച്ച ശേഷം മാത്രം വെരിഫിക്കേഷൻ നടത്തിയാൽ മതി. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ് എന്നിവ പരിശോധനയ്ക്ക് പരിഗണിക്കും, പക്ഷെ 6 മാസം വരെ അതിന് വാല്യൂ ഉള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് അടിയന്തര സാഹചര്യങ്ങളല്ല അപേക്ഷ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും വെരിഫൈ ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട് അല്ലാത്ത സമയം. അപ്പൊ അത് നിങ്ങൾ ഇത്തവണ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കൊടുത്തില്ലെങ്കിൽ അടുത്ത തവണത്തേക്ക് വെരിഫിക്കേഷൻ കൂടെ പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത കേസിൽ അടിയന്തര സാഹചര്യത്തിൽ വരുന്ന സമയത്ത് മാത്രം വെരിഫിക്കേഷൻ നടത്തി തരും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ സമയത്തെയും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സെർട്ടൺ പീരീഡ് ഓഫ് ടൈമിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ആ ഫൈനൽ കേഡറ്റിന്റെ സർട്ടിഫിക്കറ്റ് ലഭ്യമാവുള്ളൂ. അല്ലാണ്ട് അപ്പം തന്നെ വെരിഫൈ ചെയ്ത് തരത്തൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഈ കേഡറ്റ് വിജ്ഞാപനത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്ന യോഗ്യതകൾക്ക് വിപരീതമായിട്ട് അപേക്ഷ സമർപ്പിച്ച് നിങ്ങൾ പരീക്ഷ ജയിച്ചാലും നിങ്ങൾക്ക് വേണ്ട മതിയായ ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ നിരസിക്കപ്പെടും എന്നുകൂടി അവിടെ പറയുന്നുണ്ട്. ഇനി അവസാനത്തെ പോയിന്റ് നോക്കിയോ, ജാതി, കാറ്റഗറി എന്നിവ തെറ്റായി രേഖപ്പെടുത്തുകയും പരീക്ഷാഫലം പ്രഖ്യാപിച്ചത് വിജയിക്കാത്തവരും ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റ് പരിശോധനകളിൽ ബന്ധപ്പെട്ട അസൽ രേഖകൾ സഹിതം അതാത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് അപേക്ഷ നൽകാം. അതായത് SC/ST വിഭാഗത്തിന്റെ അല്ലെങ്കിൽ OBC വിഭാഗത്തിന്റെ മാർക്കിളവ് അപ്ലൈ ചെയ്ത സമയത്ത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ മാർക്കിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുത്തുകൊണ്ട് വെരിഫൈ ചെയ്ത് പാസ്സാവാനുള്ള സാധ്യത കൂടി അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താനുള്ള അവസരം തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ അടുത്ത കേറ്ററ്റ് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ഉണ്ടാവും. സർവീസിലുള്ള അധ്യാപകർക്ക് കേറ്ററ്റിന്റെ ആപ്ലിക്കേഷൻ ഒന്നുകൂടി അയക്കാനുള്ള അവസരവും കൊടുത്തിട്ടുണ്ട്. അത് സാധ്യതകളായി കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഇത്തവണ ഫെയിലായി പോയിട്ടുള്ളവരുണ്ടെങ്കിൽ അടുത്ത തവണ ഏറ്റവും മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇത്തവണ വിജയിച്ച എല്ലാവർക്കും പ്രത്യേകം ആശംസകൾ അറിയിക്കുന്നു. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.